ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ ഡെസ്റ്റിനേഷൻ ട്രൈ ചെയ്യാൻ പോവാണ്. സോ വി നോ ദാറ്റ് നല്ല മഴയും ക്ലൈമറ്റ് ഒക്കെ ബെറ്റർ ആയതുകൊണ്ട് വി തോട്ട് ഓഫ് എ ഗുഡ് റൈഡ്. അപ്പം നമ്മൾ ഇന്ന് ഒരു സ്മോൾ ഡെസ്റ്റിനേഷൻ, അങ്ങനെ വലിയ ഹിമാലയം ഒന്നുമല്ല, ബട്ട് സ്മോൾ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ പറഞ്ഞില്ല. ഐ വിൽ ബി ഗോയിങ് ത്രൂ ആൻഡ് അപ്ഡേറ്റിംഗ് എവറിത്തിങ് ഓൺ ദിസ് വീഡിയോ. ഓക്കെ, സ്റ്റേ ട്യൂൺ. ബൈ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ. ഒരുപാട് മലയും കുന്നൊക്കെ കയറി എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്ലേസിൽ നിന്ന് ആക്ച്വലി ഒരുപാട് ദൂരമൊന്നുമില്ല. ഇറ്റ് ഇസ് ലൈക്ക് 2.5 hours. ഒരു സ്മോൾ ഡെസ്റ്റിനേഷനാണ്. സോ എത്താറായിട്ടുണ്ട് ഏകദേശം. മലയും കുന്നൊക്കെ കയറിയിട്ട്. പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇന്ന്. ആക്ച്വലി നമുക്കിന്ന് ഒരു ട്രിപ്പ് പോകണമെന്ന് തോന്നിയത് തന്നെ ക്ലൈമറ്റ് ഉണ്ട്. പിന്നെ ഓക്കെ ഫൈൻ, ഒരു തോന്നലങ്ങ് തോന്നി. അങ്ങനെ വി ഹാവ് ജംപ്ഡ് ഫോർ എ ട്രിപ്പ്. സോ ഐ ഫീൽ ഇറ്റ് സോ ഗുഡ് ആൻഡ് സോ റിലാക്സ്ഡ്, സോ മച്ച് പീസ്ഫുൾ. നമ്മുടെ എൻ്റെ തലശ്ശേരിയിലൊക്കെ കാണുന്ന പോലെ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എ സിറ്റി ഏരിയ. നമുക്ക് ഒച്ചപ്പാടും ബഹളമൊന്നും അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. ഇറ്റ് ഈസ് വെരി പീസ് ആൻഡ് കാം ആൻഡ് പീപ്പിൾ ഹിയർ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര എന്താ പറയുക, ഡിഫറെൻ്റാണ്, ഭയങ്കര ഡിഫറെൻ്റാണ്. ഞാൻ കണ്ടതിലും സംസാരിച്ചതും ഒക്കെ വെച്ച് ഞാനിപ്പം ലൈക്ക് വെൻ ഐ ഗെറ്റ് ടു ബി അറ്റാച്ച്ഡ് വിത്ത് ദ പീപ്പിൾ ഐ ഫീൽ സോ ഡിഫറെൻറ്റ്. എന്നെ കണ്ടില്ലേ, നനഞ്ഞ കോഴി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായി ഹെവി റെയിൻ, നല്ല ഹെവി റെയിൻ കിട്ടി. കൈയും കാലും മുഖവും മൊത്തം നനഞ്ഞ് കുളിച്ച് 2 കോഴികൾ ബുള്ളറ്റിലിങ്ങനെ യാത്ര ചെയ്ത് ഇവിടം വരെ എത്തി. അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായില്ല. സോ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയേക്കും. ആക്ച്വലി ബിരിയാണി കഴിക്കാമെന്നാണ് ഓർത്തത്. പക്ഷേ എന്തോ ഇവിടുത്തെ ബിരിയാണി എനിക്ക് ആ റൈസ് കണ്ടപ്പോൾ എനിക്ക് അത്ര സെറ്റായില്ല. സോ നമ്മൾ ബിരിയാണി വേണ്ടെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്ത് ഓർഡർ ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നേ. ബിരിയാണീൻ്റെ ഒക്കെ പിന്നാലെ കുറേ പോയി നോക്കി. പക്ഷെ എന്താണെന്നറിയില്ല, തലശ്ശേരി ബിരിയാണി കഴിച്ച് എനിക്ക് ഇവിടുത്തെ റൈസൊക്കെ കാണുമ്പം എന്തോ അത്ര സ്യൂട്ടാവുന്നില്ല. അങ്ങനെ കുറേ നേരം. പക്ഷേ ഇവിടുത്തെ ബിരിയാണിക്കൊക്കെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ തലശ്ശേരി ബിരിയാണി അതൊരു 1.5 ബിരിയാണി. അതിന് വെല്ലാൻ ആരുമില്ല മക്കളെ. എന്തേ അല്ലാന്ന് പറയുന്നവരുണ്ടോ? കമൻറ്റ് ചെയ്യണേ. അപ്പം അങ്ങനെ നമ്മൾ ലാസ്റ്റ് പോയി നിന്നത് എവിടെയാണെന്നോ, ദേ കിടക്കുന്നു ഒരു വലിയ മസാല ദോശ. സത്യം പറഞ്ഞാൽ ആ മസാല ദോശ എന്നേക്കാളും വലിയ മസാല ദോശയായിരുന്നു. ഞാൻ മസാല ദോശ കിട്ടിയപ്പോൾ ഞാൻ എന്നെയും മറന്നു, ഏട്ടനെയും മറന്നു. ഞാനും എൻ്റെ വിശപ്പും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ, എന്തൊക്കെയോ ആൾ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഒന്നിനും റിപ്ലൈ പോലും കൊടുക്കുന്നില്ല. സൂപ്പർ മസാല ദോശയായിരുന്നു. ഞാൻ ഈ റീസെൻ്റായിട്ട് കഴിച്ചതിൽ ഇപ്പം അടുത്ത കാലത്ത് ഞാൻ ഇത്രയും നല്ലൊരു മസാല ദോശ ഞാൻ കഴിച്ചിട്ടില്ല. ഓ സച്ച അടിപൊളി. ഞാൻ ബിരിയാണി വാങ്ങാത്തതിലും മറ്റുള്ള സാധനങ്ങൾ ട്രൈ ചെയ്യാത്തതിലും എനിക്ക് വളരെ സന്തോഷം. കാരണം ഞാൻ ഈ മസാല ദോശ അല്ലെ മിസ് ചെയ്തേനെ. ഇതിൻ്റെ കൂടെ വന്ന സാധനങ്ങളൊക്കെ ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പോയി നന്നായിട്ട് കുളിക്കണം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.